ഹലോ ഫ്രണ്ട്സ്, മലകോടൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു കമ്പോണൻറ്റിനെ കുറിച്ച് തന്നെയാണ്. ഇൻവിസിബിൾ ആയിട്ടുള്ള കമ്പോണൻറ്റ് തന്നെയാണ് സ്നാക്ക് ബാർ എന്ന് പറയും. ഓക്കെ, നമ്മൾ സ്നാക്ക് ബാർ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സാധാരണ നോട്ടിഫിക്കേഷൻ കൊടുക്കാനാണ് ഈ കമ്പോണൻറ്റ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മളിപ്പോൾ നോട്ടിഫിക്കേഷൻ കൊടുക്കാനായിട്ട് നോട്ടിഫയർ എന്നുള്ളൊരു കമ്പോണൻറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോപ്പപ്പ് ആയിട്ട് ബോട്ടം നമ്മളെ സ്ക്രീനിൻ്റെ ബോട്ടത്തിൽ എന്ത് ചെയ്യും, ഒരു പോപ്പപ്പ് ആയിട്ട് ആനിമേഷനോട് കൂടി എന്ത് ഡിസ്പ്ലേ ആവുന്നൊരു മോഡലാണ് സ്നാക്ക് ബാറിനുള്ളത്. അപ്പോൾ അതിലൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കുറച്ചും കൂടി പ്രൊഫഷണലായിട്ട് ആപ്പുകളൊക്കെ സാധാരണ നോട്ടിഫിക്കേഷൻ എററൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാനായിട്ട് ഈ സ്നാക്ക് ബാർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് വർക്കൗട്ട് ആണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സ്നാക്ക് ബാർ എന്ന് പറഞ്ഞാൽ നമ്മളെ യൂസർ ഇൻ്റർഫേസിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുമല്ലോ. സ്ലൈഡറിൻ്റെ ഇടയിൽ സ്പിന്നറിൻ്റെ ഒക്കെ മുകളിൽ സ്നാക്ക് ബാർ എന്ന് പറഞ്ഞ ഈ കമ്പോണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, ഇതൊരു ഇൻവിസിബിൾ കമ്പോണ്ട് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ത് ചെയ്യാം, നമുക്ക് വേണമെന്ന് മാറ്റാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഞാനിവിടെ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം നോട്ടിഫയർ യൂസ് ചെയ്തിട്ട് ഒരു കൊടുക്കാം. നോട്ടിഫയർ യൂസ് ചെയ്തിട്ട് ഒരു എറർ മെസ്സേജ് കൊടുക്കുക. അതുപോലെ തന്നെ സ്നാക്ക് ബാർ യൂസ് ചെയ്തിട്ടും ഒരു എറർ മെസ്സേജ് കൊടുക്കുക. അപ്പോൾ രണ്ടിൻ്റെയും വ്യത്യാസം എന്താ ചെയ്യും നമുക്ക് മനസ്സിലാവും. ഞാൻ ബ്ലോക്കിലും സെറ്റ് ചെയ്യണം. ഓക്കെ, വെൻ ബട്ടൺ ക്ലിക്ക് എന്നുള്ള ഫങ്ഷൻ എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. നമ്മൾ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ബോക്സിലുള്ള എം ടി ആണോ ചെക്ക് ചെയ്യുകയാണ്. എം ടി ആണെങ്കിൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ കൊടുക്കണം. ഓക്കെ, ടെക്സ്റ്റ് എം ടി ആണെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ ആദ്യം തന്നെ നോട്ടിഫയറിൽ നമ്മൾ ആദ്യം പഠിച്ച പോലെ എന്ത് ചെയ്യുക, ഒരു നോട്ടീസ് കൊടുക്കുകയാണ്. എന്താണ്, ഫിൽ ഓൾ ഡീറ്റെയിൽസ്. ഫിൽ ഓൾ ഡീറ്റെയിൽസ് എന്നുള്ള ഒരു എറർ മെസ്സേജ് ഞാൻ എന്ത് ചെയ്യും, നോട്ടിഫയർ ആയി കൊടുക്കുകയാണ്. ഇനി അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ചെയ്ത് നോക്കാം. ഇത് ഓൾറെഡി ചെയ്തതാണ്, എന്നാലും ഒന്ന് ജസ്റ്റ് വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇത് ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബ്ലോക്ക് ഒന്ന് മാറ്റിയിട്ട് സ്നാക്ക് ബാർ യൂസ് ചെയ്ത് നോക്കാം. സ്നാക്ക് ബാർ എന്നുള്ള ഈ ബ്ലോക്കാണ് യൂസ് ചെയ്യുന്നത്. ഷോ മെസ്സേജ് പറഞ്ഞാൽ ഈ ബ്ലോക്കാണ്. നമ്മൾ എന്തെങ്കിലും എററോ അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്ലോക്കാണത്. അപ്പോൾ നമുക്ക് ഈ മെസ്സേജ് ഡയറക്റ്റായിട്ട് ഇവിടെ കൊടുക്കാം. എന്നിട്ട് ഒന്ന് റീഫ്രഷ് കൊടുത്തു നോക്കാം. ഓക്കെ, കണ്ടോ, അവിടെ ഒരു പോപ്പപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ബോട്ടത്തിൽ നിന്ന് എന്ത് ചെയ്ത് ഒരു പോപ്പപ്പ് ആയിട്ട് ഒരു മെസ്സേജ് അവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ത് ചെയ്യാം, ബ്ലൂ ആക്കിയിട്ട് ടെക്സ്റ്റ് എന്ത് ചെയ്യുക, ഒരു വൈറ്റിൽ എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. കണ്ടോ, അവിടെ ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ വേറെ കൊടുക്കാൻ പറ്റുന്ന വേറെ കാര്യമാണ്, നമുക്ക് ബട്ടൺ വെച്ചിട്ട് ആ സ്നാക്ക് ബാറിൻ്റെ ഒരു ഭാഗത്ത് ഒരു റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബട്ടൺ എന്തെങ്കിലും ടെക്സ്റ്റ് കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ബട്ടണും കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ബ്ലോക്ക് എന്ന് വെച്ചാൽ ഇതാ, ഷോ വിത്ത് ബട്ടൺ എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിഫറൻസും കൂടി ഒന്ന് നോക്കാം. ഞാൻ അതേ ബ്ലോക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ മെസ്സേജ് എന്നുള്ള ഫിൽ ഓൾ ഡീറ്റെയിൽസ്, ബട്ടൺ ടെക്സ്റ്റ് എന്നുള്ള നമുക്കൊരു ഓക്കെ എന്ന് കൊടുത്തു വെക്കാം. ഓക്കെ എന്നുള്ളൊരു ബട്ടൺ കൂടി നമുക്ക് കൊടുത്തേക്കാം. ഓക്കെ എന്നുള്ള ആ ബട്ടൻ്റെ ടെക്സ്റ്റാണ്. ഓക്കെ, ഞാൻ റീഫ്രഷ് ചെയ്യാം. കണ്ടോ, അവിടെ ഓക്കെ എന്നുള്ളൊരു ബട്ടൺ റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഒന്നുകൂടി നോക്കാം. റൈറ്റ് സൈഡിൽ ഓക്കെ എന്നുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൽ തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ അധികം ആപ്പുകൾ എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും കാണുക. ജസ്റ്റ് ഒന്ന് ബോട്ടത്തിൽ നിന്ന് പോപ്പപ്പ് ചെയ്തിട്ട് ആ ടൈം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, അത് ഹൈഡ് ആവുന്ന രീതിയിൽ. അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് പ്രൊഫഷണലാണ്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ കമ്പോണൻ്റ് ആയിരിക്കും ഏറ്റവും ബെറ്റർ. പക്ഷെ നമ്മൾ നോട്ടിഫയറിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ഒരുപാട് എന്ത് ചെയ്യാം, ഡയലോഗ് ബോക്സും അതേപോലെ ചൂസ് ഡയലോഗ് അങ്ങനെ ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരുപാട് ഫങ്ഷൻ ഇതിൽ നമുക്ക് കിട്ടില്ല. വെറും നോട്ടിഫിക്കേഷനാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബ്ലോക്ക് പോയി നമുക്ക് സെറ്റ് ആക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ കമ്പോണൻസിൻ്റെ കാര്യം തന്നെ ഉള്ളൂ. പിന്നെ അവർ
നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലോക്ക് വൈസ് സെറ്റ് ചെയ്യാം. ബട്ടൻ്റെ ടെക്സ്റ്റ്, നമ്മൾ ബട്ടൻ്റെ ടെക്സ്റ്റ് എന്താണ് കളർ കൊടുക്കുക, ഏത് കളർ വേണമെങ്കിലും ഈ ബ്ലോക്ക് വൈസ് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ കളർ എന്ത് ചെയ്യുക, ഈ ബ്ലോക്ക് വഴി നമുക്ക് ടെക്സ്റ്റിൻ്റെ കളർ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഇവിടെ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി വേറെ എന്താണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഡിസ്മിസ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഷോ ചെയ്തിരിക്കുന്ന ആ മെസ്സേജ് ഡിസ്മിസ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഡിസ്മിസ് ആയി നമ്മൾ ഓട്ടോമാറ്റിക് ആവും നോട്ടിഫയർ പോലെ, പക്ഷെ അതുകൊണ്ട് നമുക്ക് ഈ ബ്ലോക്കിൻ്റെ യൂസേജ് അധികം വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഈസ് ഷോൺ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഇത് നമ്മളെന്താണ്, ഓക്കെ, ഇതൊരു റിട്ടേൺ, ഒരു ബൂലിയൻ വാല്യൂ റിട്ടേൺ ആണ്. നമ്മളിപ്പോൾ എന്താണ് ചെക്ക് ചെയ്താണ്, നമ്മൾ സ്നാക്ക് ബാർ കാണിച്ചിക്കണോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്താണ് കാണിച്ചിട്ടില്ല ഇപ്പോൾ. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബൂലിയൻ വാല്യൂ റിട്ടേൺ ചെയ്യുന്ന ഒരു ബ്ലോക്കാണ് എന്ത് ഈ ബ്ലോക്ക്. പിന്നെ അവർ ചെയ്യുന്നത് ഓക്കെ ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു എവൻറ്റ് ഡിസ്മിസ് ആയിക്കണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്ലോക്കാണ് ഓൺ ഡിസ്മിസ്ഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് അത് യൂസേജ് വരും. അതുകൊണ്ടാണ് ഞാൻ ഈ ബ്ലോക്കുകൾ, ഈ കമ്പോണൻസിനെ കുറിച്ചൊക്കെ പറയും. കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഉപയോഗിക്കുന്ന കമ്പോണൻസിനെ കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ആപ്പ് ആകുമ്പോൾ പല ടൈപ്പ് ആപ്പുകൾ കാണും. ഇപ്പോൾ ഞാനിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഓഡിയോ പ്ലെയർ അല്ലെങ്കിൽ വീഡിയോ പ്ലെയർ അങ്ങനത്തെ ആപ്പുകളൊക്കെ ആകുമ്പോൾ നമുക്ക് ഓഡിയോ ആയിട്ട് അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് സംബന്ധമായിട്ടുള്ള ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിപ്പോൾ സാധാരണ ജനറലായിട്ട് ഒരു ആപ്പിൽ യൂസ് ചെയ്യുന്ന കമ്പോണൻസുകളാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഞാൻ എടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആണ്, ഈ സ്നാക്ക് ബാറിനെ മാത്രം കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫ്രണ്ട്സ്.